കേരള രാഷ്ട്രീയത്തിൽ ഉഗ്രൻ കമ്പോള സാധ്യത അല്ലെങ്കിൽ മാർക്കറ്റുള്ള ഒരു സമീപനമാണ് സുധീരൻ സിൻഡ്രം. സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ആ അധികാര കേന്ദ്രത്തിനെതിരെയും അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയും ശക്തമായി വിമർശനം അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിടുക. അതിൽ പ്രത്യക്ഷത്തിൽ എല്ലാവിധ യുക്തിയും ഉണ്ടാകും. കേൾക്കുന്നവർ കൈയടിക്കുകയും അതോടൊപ്പം നേതൃത്വമോ അതല്ലെങ്കിൽ അധികാരത്തിലുള്ളവരോ വിഷമത്തിലാവുകയും ചെയ്യും. ഇത് രണ്ടും കൊണ്ട് ഒന്നുകിൽ പ്രസ്ഥാനത്തിനോ അതല്ലെങ്കിൽ ഭരണത്തിനോ ഒരു ഗുണവും ഉണ്ടാകില്ല. ഉണ്ടാവുന്ന ഗുണം ഈ പറയുന്ന നേതാവിനായിരിക്കും. ഈ സുധീരൻ സിൻഡ്രം ഒരു നല്ല കുറുക്കുവഴിയാണ്. അതായത് വലിയ അധ്വാനമൊന്നും വേണ്ട, അതേ സമയത്ത് ആദർശത്തിന്റെ പരിവേഷം ഉണ്ടാവും. ചുറ്റും ഇരുട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു തിരുനാളത്തിന്റെ ശോഭയുണ്ടാകും. അതേപോലെ തന്നെ മൂല്യങ്ങളുടെ ഒരു സംരക്ഷകൻ എന്ന പരിവേഷമുണ്ടാവും. ഇത്തരത്തിൽ വലിയ അധ്വാനമില്ലാതെ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കാനും അവഗണിക്കപ്പെടാനാകാത്ത അവസ്ഥയിൽ തുടരാനും കഴിയുമെന്നുള്ളതാണ് ഈ സിൻഡ്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. മാത്രമല്ല, ചിലപ്പോൾ നല്ല ഉഗ്രൻ സ്ഥാനങ്ങളും ലഭ്യമായെന്നിരിക്കും. ആ സംസ്കാരത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വൈരം നടക്കുന്നതും എന്തിന് KSUവിന്റെ നേതാക്കൾ പോലും ആ വഴി സ്വീകരിക്കുന്നതും.